അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ആണ്. ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത് മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിക്കും മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: റൊട്ടേഷണൽ ഇഫക്റ്റ് ഓഫ് എ ഫോഴ്സ് ഈസ് കോൾഡ് മൊമെൻറ്റ്. ഇനി ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഏത് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ പോയിൻറ്റിനെ നമുക്ക് സെൻറ്റർ ഓഫ് റൊട്ടേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇതേ പോയിൻ്റ് തന്നെയാണ് മൊമെൻറ്റ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൊമെൻറ്റ് സെൻറ്ററും അല്ലെങ്കിൽ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന പോയിൻറ്റും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് ആം അല്ലെങ്കിൽ ആം ഓഫ് ഫോഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി മൊമെൻറ്റ് മെഷർ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മൊമെൻറ്റ് സെൻറ്റർ ആൻഡ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ഫോഴ്സ് ആക്ട്സ്. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബോഡി ഏത് ഡയറക്ഷനിലാണോ ടേൺ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മൊമെൻറ്റിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇനി ബോഡി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് മൊമെൻറ്റായും, ബോഡി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റായുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോർമൽ കേസിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവായുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ ഒരു റെഞ്ച് തന്നിട്ടുണ്ട്. ഈ റെഞ്ച് വെച്ചിട്ട് നമുക്കൊരു ബോൾട്ട് ടൈറ്റൻ ചെയ്യുകയും ലൂസൺ ചെയ്യുകയും ചെയ്യാം. ബോൾട്ടിൻ്റെ പൊസിഷൻ ഇതാണ്. ഇനി ബോൾട്ട് ടൈറ്റൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡൗൺവേർഡ് ഡയറക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഈ റെഞ്ചിൽ ഡൗൺവേർഡ് ഡയറക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റെഞ്ച് ടേൺ ചെയ്യുന്നത്. റെഞ്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോൾ ബോൾട്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ബോൾട്ട് ഈ കേസിൽ ടൈറ്റൻ ആകും. ഓക്കെ. ഇനി ഇവിടെ അപ്ലൈ ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ എം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം: എം ഈക്വൽ ടു പ്ലസ് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി. ഈ കേസിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതിനാലാണ് പോസിറ്റീവ് സൈൻ കൺസിഡർ ചെയ്തത്. ഇനി സെയിം എക്സാമ്പിൾ തന്നെ ഈ ബോൾട്ട് ലൂസൺ ചെയ്യാൻ നമുക്ക് ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. റെഞ്ചിൻ്റെ ഹാൻഡിലിൽ നിങ്ങൾ അപ്വേർഡ് ഡയറക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഇവിടെ F1 റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്വേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെഞ്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ടേൺ ചെയ്യുന്നത്. റെഞ്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്ന കാരണം ബോൾട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അതിനാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഈ മൊമെൻറ്റ് നിങ്ങൾ M1 ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ M1ൻ്റെ ഇക്വേഷൻ ഇതാണ്: M1 ഈക്വൽ ടു മൈനസ് F1 ഇൻറ്റു D1. ഇവിടെ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യാൻ കാരണം ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയത് കാരണമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഒരു കേർവ്ഡ് ആരോയാണ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷണൽ ആരോ വെച്ചിട്ടും, കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള ആരോ വെച്ചിട്ടും കേർവ്ഡ് ആരോ വെച്ചിട്ടുമായിരിക്കും നമ്മൾ മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇൻക്ലൈൻ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ്. റെഞ്ച് ആൻഡ് ബോൾട്ട് എക്സാമ്പിൾ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. ഇവിടെ ബോൾട്ടിൻ്റെ പൊസിഷനാണ് പോയിൻ്റ് എ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. റെഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. എഫ് ഇൻക്ലൈൻ ഫോഴ്സ് ആണ്. ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ആംഗിളാണ് തീറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് ബി ആയിട്ട് നെയിം ചെയ്യാം. ഇനി ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെഞ്ച് ടേൺ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോൾ പോയിൻ്റ് എ ബേസ് ചെയ്തിട്ടായിരിക്കും ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോൾട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനാൽ പോയിൻ്റ് എ നമുക്ക് മൊമെൻറ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എഫ് എബൌട്ട് എ ആണ്. ഇനി പോയിൻ്റ് എയും പോയിൻ്റ് ബിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൊമെൻറ്റ് സെൻറ്റർ ആൻഡ് പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം മൊമെൻറ്റ് സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. 90 ഡിഗ്രിയിൽ ലൈൻ ഓഫ് ആക്ഷനെ മീറ്റ് ചെയ്യണം. ഇനി ഈ ഡിസ്റ്റൻസ് ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ഇ. ശരിക്കും ഡി ഇ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൊമെൻറ്റ് സെൻറ്റർ ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഗിവൺ ഫോഴ്സ് എഫ് ആണ്. ഇനി നമുക്ക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാം: മൊമെൻറ്റ് ഈക്വൽ ടു പ്ലസ് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ഇ. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ അനുസരിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെഞ്ച് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനാൽ എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. പോയിൻ്റ് എയിൽ എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും.
ഇനി ഡി ഇയുടെ വാല്യൂ നിങ്ങൾക്ക് ഡി സൈൻ തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫൈനൽ റിലേഷൻ ഇതാണ് m=f × d സൈൻ തീറ്റ. ഇനി മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് 0 ആവുന്ന കേസസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ശരിക്കും മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ മൊമെൻ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റാണ്, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് എ സർട്ടൻ പോയിൻറ്റ്. അത് ആ പോയിൻ്റാണ് നമ്മൾ മൊമെൻറ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റ് മൊമെൻറ്റ് സെൻറ്ററും സെയിം ആണെങ്കിൽ ആ ഫോഴ്സിന് ആ പോയിൻറ്റിൽ മൊമെൻ്റ് ഉണ്ടായിരിക്കില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൊമെൻറ്റ് സെൻറ്റർ ആൻഡ് ഫോഴ്സ് ഈസ് 0. അത് കാരണം തന്നെ ആ പോയിൻറ്റിൽ മൊമെൻ്റ് ഉണ്ടാകില്ല. ഇനി അതുപോലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിലും ആ ഫോഴ്സിന് മൊമെൻ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് 1-2 പ്രോബ്ലംസ് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു റിജിഡ് ബാർ തന്നിട്ടുണ്ട്. റിജിഡ് ബാറിൽ 2-3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ പോയിൻറ്റ്സും ഇങ്ങനെ നെയിം ചെയ്തിട്ടുണ്ട്. പോയിൻറ്റ്സ് എ, ബി, സി, ഡി ആൻഡ് ഇ. ഫോഴ്സസ് F1, F2, F3 ആൻഡ് F4. ഈ ഫോഴ്സസ് എല്ലാം ഈ ബാറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന മൊമെൻ്റ് അബൌട്ട് പോയിൻ്റ് എ ആണ്. ഓരോ ഫോഴ്സിൻ്റെ മൊമെൻ്റ് അബൌട്ട് പോയിൻ്റ് എ നമുക്ക് സെലക്ട് ചെയ്യാം. 1/1 ആയിട്ട് ഓരോ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ഫോഴ്സ് F1 സെലക്ട് ചെയ്യാം. F1ൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡാണ്. F1 ആക്ട് ചെയ്യുന്ന പോയിൻറ്റ് ബി ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് F1 എബൌട്ട് എ ആണ്. നമുക്കതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. മൊമെൻറ്റ് എബൌട്ട് എ ഡ്യൂ ടു ഫോഴ്സ് F1. ഇവിടെ പോയിൻറ്റ് എ ആണ് മൊമെൻറ്റ് സെൻറ്റർ, അല്ലെങ്കിൽ മൊമെൻറ്റ് അബൌട്ട് എ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡാണ്. ഈ ഫോഴ്സ് ഈ ബോഡിയെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും ടെൻഡൻസി ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പം നാച്ചുറലി ഈ മൊമെൻറ്റ് ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. അതിനാൽ തന്നെ ഒരു പോസിറ്റീവ് സൈൻ നമുക്ക് അസൈൻ ചെയ്യാം. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലാണ്. നാച്ചുറലി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിരിക്കും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ് എ ആൻഡ് ഫോഴ്സ് F1 ഈസ് ഡിസ്റ്റൻസ് AB. ഇപ്പോൾ മൊമെൻ്റ് അബൌട്ട് എ ഡ്യൂ ടു F1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇങ്ങനെയായിരിക്കും. പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AB. ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയത് കാരണം പോസിറ്റീവ് സൈൻ ആയിരിക്കും. ഇനി ഇതുപോലെ സെക്കൻഡ് ഫോഴ്സ് F2 സെലക്ട് ചെയ്യുക. F2 ഒരു ഇൻക്ലൈൻ ഫോഴ്സാണ്. ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഇനി നമുക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ F2 ആൻഡ് പോയിൻറ്റ് എ. അതിന് ചെയ്യേണ്ടത് ഈ ഗിവൺ ഡയറക്ഷൻ F2ൻ്റെ ഡയറക്ഷൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം മൊമെൻറ്റ് സെൻറ്ററിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ലൈൻ AM എന്ന് പറഞ്ഞാൽ F2ൻ്റെ ലൈൻ ഓഫ് ആക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് AM എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ് എ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് F2 ആണ്. ഇനി മൊമെൻ്റ് അബൌട്ട് എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊമെൻ്റ് അബൌട്ട് എ ഡ്യൂ ടു സെക്കൻഡ് ഫോഴ്സ് F2 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് F2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AM ആണ്. ഇനി നിങ്ങൾ സൈൻ കൂടി കൺസിഡർ ചെയ്യുക. ഇതൊരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ ചെക്ക് ചെയ്യുക. ഇവിടെയും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡാണ്. ഈ ഫോഴ്സ് ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെയായിരിക്കും മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. നാച്ചുറലി മൊമെൻറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഓർ പോസിറ്റീവ്. ഇനി ഇതുപോലെ നിങ്ങൾ തേർഡ് ഫോഴ്സ് സെലക്ട് ചെയ്യുക. തേർഡ് ഫോഴ്സ് ഇതാണ്, വെർട്ടിക്കൽ ഫോഴ്സാണ്. അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയും ഫോഴ്സ് വെർട്ടിക്കലാണ്. നാച്ചുറലി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലായിരിക്കും. പക്ഷേ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അപ്വേർഡാണ്. നാച്ചുറലി ഈ ഫോഴ്സ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ മൊമെൻ്റ് അബൌട്ട് എ ഡ്യൂ ടു തേർഡ് ഫോഴ്സ് F3 എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. F3 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AD. ഇനി ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ അസൈൻ ചെയ്യുക. നിങ്ങൾ ഫോർത്ത് ഫോഴ്സ് സെലക്ട് ചെയ്യുക. ഫോർത്ത് ഫോഴ്സ് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റ് E ആണെങ്കിലും ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പോയിൻറ്റ് എ കൂടെ പാസ് ചെയ്യും. പോയിൻറ്റ് എ കൂടെ പാസ് ചെയ്യുന്നതിൻ്റെ മീനിങ് ദർ ഇസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F4 ആൻഡ് പോയിൻറ്റ് എ. അങ്ങനെ വരുമ്പോൾ ഫോഴ്സ് F4ന് പോയിൻറ്റ് എയിൽ മൊമെൻ്റ് ഇല്ല. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് എ ഡ്യൂ ടു ഫോർത്ത് ഫോഴ്സ് F4 എന്ന് പറയുന്നത് F4 ഇൻറ്റു ഡിസ്റ്റൻസ് 0 ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എല്ലാ മൊമെൻറ്റ്സിൻ്റെയും വാല്യൂ kN/m അല്ലെങ്കിൽ Nm എക്സ്പ്രസ് ചെയ്യുക.
ഈ ഒരു പ്രോബ്ലം നമുക്ക് ട്രൈ ചെയ്യാം. ഒരു വെർട്ടിക്കൽ ബാർ തന്നിട്ടുണ്ട്, പോയിൻറ്റ് ഒ നെയിം ചെയ്തിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ബാറിൽ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, 10 കിലോ ന്യൂട്ടൺ ആൻഡ് 20 കിലോ ന്യൂട്ടൺ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മൊമെൻ്റ് അറ്റ് പോയിൻറ്റ് ഒ ആണ്. അപ്പോൾ ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻ്റ് അബൌട്ട് ഒ സെലക്ട് ചെയ്യുക. ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഓൾജിബ്രിക് സം കൺസിഡർ ചെയ്യുക. അതായിരിക്കും ടോട്ടൽ മൊമെൻ്റ് അറ്റ് പോയിൻറ്റ് ഒ. ഇനി നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ ഫോഴ്സാണ്. നമുക്ക് വേണ്ടത് മൊമെൻ്റ് ഓഫ് 10 കിലോ ന്യൂട്ടൺ അറ്റ് പോയിൻറ്റ് ഒ ആണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ നെയിം ചെയ്യാം, മൊമെൻ്റ് എബൌട്ട് ഒ ഡ്യൂ ടു 10 കിലോ ന്യൂട്ടൺ. ഇനി ഇവിടെ 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടലാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 10 കിലോ ന്യൂട്ടൺ ആൻഡ് പോയിൻറ്റ് ഒ ഈസ് 3 മീറ്റർ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ നാച്ചുറലി മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 × 3 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഇവിടെ മൊമെൻറ്റിൻ്റെ സൈൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, മൊമെൻറ്റ് സെൻറ്റർ താഴെയാണ്. നാച്ചുറലി ഇങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെൻറ്റിൻ്റെ സൈൻ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതിനാൽ മൊമെൻറ്റ് ഡ്യൂ ടു 10 കിലോ ന്യൂട്ടൺ ഈസ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഇനി അതുപോലെ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കൺസിഡർ ചെയ്യുക. 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് മൊമെൻ്റ് അബൌട്ട് ഒ ആണ്. ഈ ഡയറക്ഷൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു കേർവ്ഡ് ഡയറക്ഷൻ വെച്ചിട്ട് പോയിൻ്റ് ഒയിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഈ ഫോഴ്സ് വെർട്ടിക്കൽ ബാറിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മൊമെൻറ്റ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, മൊമെൻ്റ് അറ്റ് ഒ ഡ്യൂ ടു 20 കിലോ ന്യൂട്ടൺ ഈസ് -20 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 + 2 5 മീറ്റർ. ഇതിൻ്റെ വാല്യൂ -100 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി ഈ രണ്ട് മൊമെൻറ്റിൻ്റെയും ഓൾജിബ്രിക് സം കൺസിഡർ ചെയ്യുക. +30 - 100 which is equal to -70 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതായിരിക്കും ടോട്ടൽ മൊമെൻറ്റ് അറ്റ് പോയിൻറ്റ് ഒ. ഇത് മറ്റൊരു പ്രോബ്ലമാണ്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിജിഡ് ബാർ തന്നിട്ടുണ്ട്. ഈ റിജിഡ് ബാറിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, 5 കിലോ ന്യൂട്ടൺ, 10 കിലോ ന്യൂട്ടൺ ആൻഡ് 15 കിലോ ന്യൂട്ടൺ. ഒ എ ഈക്വൽ ടു എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു 2 മീറ്റേഴ്സാണ്. ഇവിടെയും നമുക്ക് വേണ്ടത് ടോട്ടൽ മൊമെൻറ്റ് അറ്റ് പോയിൻറ്റ് ഒ ആണ്. അപ്പോൾ ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് അബൌട്ട് പോയിൻറ്റ് ഒ സെലക്ട് ചെയ്യുക. ഏറ്റവും അവസാനം ഓൾജിബ്രിക് സം കൺസിഡർ ചെയ്യുക. ആദ്യം നമുക്ക് 5 കിലോ ന്യൂട്ടൺ കൺസിഡർ ചെയ്യാം. 5 കിലോ ന്യൂട്ടൺ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. നമുക്ക് വേണ്ടത് മൊമെൻറ്റ് അബൌട്ട് ഒ ആണ്. ഇപ്പോൾ ഈ 5 കിലോ ന്യൂട്ടൻ്റെ മൊമെൻറ്റ് ഇങ്ങനെയായിരിക്കും വരുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഒ എ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊമെൻറ്റ് അബൌട്ട് ഒ ഡ്യൂ ടു 5 കിലോ ന്യൂട്ടൺ ഈസ് +5 × 2 ഈക്വൽ ടു 10 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ഇനി ഇതുപോലെ നമുക്ക് 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലി അപ്വേർഡാണ്. നാച്ചുറലി മൊമെൻറ്റ് അബൌട്ട് ഒ സെലക്ട് ചെയ്യുമ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റ് വരുന്നത്. സോ മൊമെൻറ്റ് അറ്റ് ഒ ഡ്യൂ ടു 10 കിലോ ന്യൂട്ടൺ ഈസ് -10 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒ ബി ഓർ 4 മീറ്റേഴ്സ്. ഇതിൻ്റെ വാല്യൂ -40 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി ഇതുപോലെ മൂന്നാമത്തെ ഫോഴ്സ് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഫോഴ്സ് ഇൻക്ലൈൻ ഫോഴ്സ് ആണ്, 15 കിലോ ന്യൂട്ടൺ. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ലൈനുമായിട്ടുള്ള ആംഗിൾ വരുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ്, നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ചെയ്യേണ്ടത് ഇൻക്ലൈൻ ഫോഴ്സിൻ്റെ ഗിവൺ ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക, അതാണ് ലൈൻ ഓഫ് ആക്ഷൻ. അതിനുശേഷം പോയിൻ്റ് ഒയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ലൈൻ വരച്ച് 90 ഡിഗ്രിയിൽ ലൈൻ ഓഫ് ആക്ഷനെ മീറ്റ് ചെയ്യുക. ഈ ആംഗിളാണ് ശരിക്കും 90 ഡിഗ്രി ആകേണ്ടത്. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ സി ആൻഡ് ഇ സെലക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് ഒ ഇ ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ് ഒ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് 15 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒ സി സൈൻ 60 ആയിരിക്കും. കാരണം ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. നാച്ചുറലി ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ സൈഡ് ഒ ഇയുടെ വാല്യൂ ഒ സി സൈൻ 60 എന്ന് വരും. ഇപ്പോൾ ഈ കേസിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒ ഇ ആണ്, അല്ലെങ്കിൽ ഒ സി സൈൻ 60 ആണ്. ഇനി മൊമെൻറ്റിൻ്റെ സൈൻ കൂടെ നോക്കുക. ഇവിടെ ഗിവൺ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഇപ്പോൾ ഇവിടെ മൊമെൻറ്റ് ഫോം ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഡയറക്ഷനിലായിരിക്കും.
അതിനാൽ തന്നെ മൊമെൻറ്റിൻ്റെ വാല്യൂ പോസിറ്റീവായിരിക്കും. ഇനി എല്ലാ മൊമെൻറ്റ്സിൻ്റെയും ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് വാല്യൂ സം ചെയ്യുക. ഓൾജിബ്രിക് സം ചെയ്തിട്ട് ടോട്ടൽ മൊമെൻറ്റ് അബൌട്ട് ഒ സെലക്ട് ചെയ്യുക. ഇത് മറ്റൊരു പ്രോബ്ലമാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ബിൽഡിംഗ് ഫ്രെയിമാണ്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് വെർട്ടിക്കൽ ബാർ ആൻഡ് ഹൊറിസോണ്ടൽ ബാർസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ബാസിലെ വേരിയസ് പോയിൻ്റാണ് പോയിൻറ്റ് എ, പോയിൻറ്റ് ബി, പോയിൻറ്റ് സി ആൻഡ് പോയിൻറ്റ് ഡി. പല പല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. 5 kN അറ്റ് പോയിൻറ്റ് ബി, അതുപോലെ 10 kN അറ്റ് പോയിൻറ്റ് സി, ദെൻ 20 kN, 40 kN ആൻഡ് 30 kN അറ്റ് പോയിൻറ്റ് ഡി. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ ടോട്ടൽ മൊമെൻറ്റ്സ് അറ്റ് പോയിൻറ്റ്സ് എ ആൻഡ് സി. ഇവിടെ 2 പോയിൻറ്റ്സ് ഉണ്ട്. 2 പോയിൻറ്റ്സിനെയും ബേസ് ചെയ്ത് നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മൊമെൻറ്റ് അബൌട്ട് എ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ടോട്ടൽ മൊമെൻറ്റ് അറ്റ് എക്കാണ് സിഗ്മ എം എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഓരോ മൊമെൻറ്റിൻ്റെയും ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓൾജിബ്രിക് സം സെലക്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് 5 kN ഫോഴ്സ് സെലക്ട് ചെയ്യാം. 5 kN ഫോഴ്സ് ഹൊറിസോണ്ടലാണ്, റൈറ്റ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് അബൌട്ട് എ സെലക്ട് ചെയ്യുമ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എ ബി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം വരുന്നത് +5 × 6 ആയിരിക്കും. ഇനി ഇതുപോലെ 10 kN ഫോഴ്സ് സെലക്ട് ചെയ്യുക. 10 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റ് സിയിലാണ്, പക്ഷേ ഇത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനാണ്. നമുക്ക് വേണ്ടത് മൊമെൻറ്റ് അബൌട്ട് പോയിൻറ്റ് എ ആണ്. ഈ 10 kN ഫോഴ്സിൻ്റെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. 10 kN ഫോഴ്സ് വെർട്ടിക്കലാണ്. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് 10 kN എന്ന് പറയുന്നത് 4 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ +10 × 4 ആയി മാറും. ഇനി പോയിൻറ്റ് ഡിയിൽ ആക്ട് ചെയ്യുന്ന 20 kN ഫോഴ്സ് സെലക്ട് ചെയ്യുക. 20 kN ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടലാണ്. 20 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റ് എയുടെ എബവ് ആയിട്ടാണ്. നാച്ചുറലി 20 kN ഫോഴ്സും പോയിൻറ്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി ആണ്. അതിൻ്റെ വാല്യൂ 6 - 4 2 മീറ്റേഴ്സ് ആണ്. ഇനി മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുക. മൊമെൻറ്റ് ഫോം ചെയ്യുന്ന ഈ ഡയറക്ഷനിലായിരിക്കും. നാച്ചുറലി ഇതൊരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ +20 × ഡിസ്റ്റൻസ് 2 ആണ്. ഇനി 30 kN വെർട്ടിക്കൽ ഫോഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്. ഫോഴ്സ് വെർട്ടിക്കലാണ്. നാച്ചുറലി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലായിരിക്കും. ഇനി മൊമെൻറ്റിൻ്റെ സൈൻ നോക്കുക. അപ്വേർഡ് ഡയറക്ഷൻ ആയത് കാരണം മൊമെൻറ്റ് ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഇനി 30 kN പോയിൻറ്റ് എയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 4 മീറ്റേഴ്സ് ആണ്. മൊമെൻറ്റിൻ്റെ വാല്യൂ അത് കാരണം -30 × 4 എന്നായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ 40 kN ഫോഴ്സ് സെലക്ട് ചെയ്യുക. 40 kN ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഇനി ഫോഴ്സ് ഹൊറിസോണ്ടലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെർട്ടിക്കലായിരിക്കും. ഇനി പോയിൻറ്റ് ഡിയും പോയിൻറ്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. മൊമെൻറ്റിൻ്റെ വാല്യൂ -40 × 2 ആയിരിക്കും. ഈ വാല്യൂസ് എല്ലാം സം ചെയ്യുക. ടോട്ടൽ വാല്യൂ എന്നുള്ളത് -90 kN എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ മൊമെൻറ്റ് അബൌട്ട് പോയിൻറ്റ് സി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് മൊമെൻറ്റ് അബൌട്ട് പോയിൻറ്റ് സി സെലക്ട് ചെയ്യാം. ടോട്ടൽ മൊമെൻറ്റ് അറ്റ് പോയിൻറ്റ് സി ആണ് സിഗ്മ എം സി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1/1 ആയിട്ട് ഓരോ ഫോഴ്സ് കൺസിഡർ ചെയ്യാം. ഏറ്റവും ആദ്യം പോയിൻറ്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന 5 kN സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് മൊമെൻറ്റ് ഓഫ് 5 kN അറ്റ് പോയിൻറ്റ് സി ആണ്. ഇനി ഈ 5 kN ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പോയിൻറ്റ് സി കൂടെ പാസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഫോഴ്സിന് മൊമെൻ്റ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് മൊമെൻറ്റ് വാല്യൂ ഇതാണ് +5 × 0. ഇനി നമുക്ക് പോയിൻറ്റ് സിയിൽ ആക്ട് ചെയ്യുന്ന 10 kN ഫോഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും മൊമെൻറ്റ് സെൻറ്ററും സെയിം ആണ്. അതിനാൽ 10 kN ഫോഴ്സിനും പോയിൻറ്റ് സിയിൽ മൊമെൻ്റ് ഇല്ല. അപ്പോൾ 10 kN ഫോഴ്സിൻ്റെ മൊമെൻറ്റ് 10 × ഡിസ്റ്റൻസ് 0 ആയിരിക്കും. ഇനി പോയിൻറ്റ് ഡിയിലേക്ക് വരിക. അവിടെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് അബൌട്ട് സി സെലക്ട് ചെയ്യാം. ആദ്യം 20 kN ഫോഴ്സ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. 20 kN ഫോഴ്സ് ഹൊറിസോണ്ടലാണ്. ഈ ഹൊറിസോണ്ടൽ ഫോഴ്സും പോയിൻറ്റ് സിയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സി ഡി ആണ്. അതിൻ്റെ വാല്യൂ 4 മീറ്റേഴ്സ് ആണ്. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയത് കാരണം മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ -20 × 4 ആയിരിക്കും.
ഇനി 30 കിലോ ന്യൂട്ടൺ വെർട്ടിക്കൽ ഫോഴ്സ് സെലക്ട് ചെയ്യുക. ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പോയിൻറ്റ് സി കൂടെ പാസ് ചെയ്യും. അതിനാൽ 30 കിലോ ന്യൂട്ടൺ ഫോഴ്സിന് പോയിൻറ്റ് സിയിൽ മൊമെൻ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇതുപോലെ 40 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ഫോഴ്സ് സെലക്ട് ചെയ്യുക. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സാണ്. ഫോഴ്സ് ഹൊറിസോണ്ടലാണ്. നാച്ചുറലി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 40 കിലോ ന്യൂട്ടൺ ആൻഡ് പോയിൻറ്റ് സി ഈസ് ഡിസ്റ്റൻസ് സി ഡി ഓർ 4 മീറ്റർ. ഇനി മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഗിവൺ ഡയറക്ഷൻ ഇതാണ്. ഈ ആരോ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിൻറ്റ് സിയിലേക്ക് കേർവ്ഡായിട്ട് വരയ്ക്കുക. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. മൊമെൻറ്റിൻ്റെ വാല്യൂ +40 × 4 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ സിഗ്മ എം സി എന്ന് പറയുന്നത് +80 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് കിട്ടും.